ദേശീയപാത 66-ൽ വൺ വേ തെറ്റിച്ച് KSRTCയുടെ അപകടയാത്ര. കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്താണ് നിയമം തെറ്റിച്ചും മറ്റു വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിലും KSRTC യാത്ര നടത്തിയത്. ഫാസ്ടാഗിൽ പണമില്ലെന്ന കാരണത്താലാണ് NH 66-ൽ നിന്ന് വൺ വേ തെറ്റിച്ച് തെറ്റായ ദിശയിൽ ഇത്തരത്തിൽ KSRTC ബസ് ഓടിയത്. ജൂൺ 4-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിയോടെ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന 6 വരി പാതയിൽ 6 വരി ദേശീയപാതയിൽ ഇത്തരത്തിൽ വാഹനം ഓടിച്ചത്. തൊണ്ടയാട് നിന്നും ദേശീയപാത ബൈപ്പാസിലേക്ക് കയറിയ ബസ് ടോൾ പ്ലാസയിൽ എത്തിയപ്പോൾ ഫാസ്ടാഗിൽ ആവശ്യത്തിന് ബാലൻസ് ഇല്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് അവിടെ വെച്ച് തിരികെ പോരുകയായിരുന്നു. ആദ്യം റോഡിന് മധ്യത്തിലൂടെയുള്ള സ്പീഡ് ട്രാക്കിലൂടെയാണ് 3 കിലോമീറ്ററോളം ബസ് യാത്ര ചെയ്തത്. എന്നാൽ മറ്റു വാഹനങ്ങളിലുള്ളവർ പ്രതികരിച്ചതോടെ ബസ് സ്ലോ ട്രാക്കിലേക്ക് മാറ്റി യാത്ര തുടർന്നു. കോഴിക്കോടൻ കിച്ചൺസിന് സമീപത്തുള്ള എക്സിറ്റിൽ വെച്ച് സർവീസ് റോഡിലേക്ക് കയറുന്നതിനിടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതും മറ്റു വാഹനങ്ങൾ KSRTCയുടെ പിന്നിലായി കാത്തു നിൽക്കേണ്ടി വരുന്നതുമടക്കം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഫാസ്ടാഗിൽ പണമില്ലാത്ത പക്ഷം ഡ്രൈവർ UPI വഴി പണമടച്ചാൽ ഈ തുക റീഇംബേഴ്സ് ചെയ്യാൻ വകുപ്പില്ലാത്തതാണ് ഇങ്ങനെ തെറ്റായ ദിശയിലൂടെ വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ പ്രേരിപ്പിച്ച ഘടകമെന്നാണ് ലഭ്യമാകുന്ന വിവരം. KSRTCക്ക് സാധാരണയായി ഒരു വർഷത്തേക്ക് 445 രൂപയാണ് ഫാസ്ടാഗിൽ നിന്നും ഈടാക്കുക. അതുതന്നെ UPI വഴി അടയ്ക്കുകയാണെങ്കിൽ 556 രൂപയാണ് നൽകേണ്ടി വരിക. ആ പണം ഒരുപക്ഷെ ഡ്രൈവറായ താൻ അടച്ചാൽ അത് തിരികെ ലഭിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാകും ഇത്തരമൊരു സാഹസത്തിലേക്ക് അയാളെ നയിച്ചത്. എന്തായാലും KSRTC ബസ്സുകൾ റോഡിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വാഹനമിടിച്ച് ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒന്നും അത്ര അപൂർവമല്ലാത്ത വാർത്തകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു നിയമലംഘനമാണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ ഈ KSRTC നടത്തിയത്. ഒരുപക്ഷെ ഈ സംഭവത്തിൽ വരും മണിക്കൂറുകളിൽ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഡ്രൈവർക്ക് നേരെ അച്ചടക്ക നടപടി അയാൾക്ക് നേരിടേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിലും അറിയാൻ സാധിച്ചേക്കും.